ഹലോ ഗൈസ്, നമുക്ക് തിരുവോണ ദിവസത്തിൻ്റെ വിശേഷങ്ങൾ നോക്കിയാലോ. ഞാൻ രാവിലെ ഉറക്കണിക്കണമെന്ന് വിചാരിച്ചെങ്കിൽ ഉറക്കണിട്ടിപ്പോൾ 10 മണിയായേ. ഉറക്കണിട്ട് ആദ്യം പോയത് അത്തം കാണാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ അത്തം. അത്തം അടിപൊളിയായിരുന്നു. അത്തം കണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴാണ് അപ്പാപ്പനെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയ വഴിക്ക് കുറേ അത്തം കണ്ടു കേട്ടോ. തിരുവോണം ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ഒട്ടും തിരക്കില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെയും കണ്ടിട്ടൊരു 11:30 ആയപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഇതാണ് കേട്ടോ എൻ്റെ അപ്പാപ്പൻ. ഞാൻ വന്നപ്പോൾ തന്നെ അമ്മ ഇഞ്ചിക്കറി വെക്കാനുള്ള തിരക്കിലായിരുന്നേ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോൾ തന്നെ എനിക്കും കുറച്ച് പണികൾ കിട്ടി. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് സദ്യ വയ്ക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അമ്മാമ്മയാണെങ്കിൽ ആർക്കു വേണ്ടിയിട്ട് കരിവാട് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ചാറുകളെല്ലാം നമ്മൾ ഇന്ന് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അമ്മ മാങ്ങാച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാമെന്ന്. പള്ളിയിൽ പായസം ഫെസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ പായസം വെച്ചില്ല കേട്ടോ. കറക്റ്റ് 12 മണിയായപ്പോൾ തന്നെ അവരത് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സദ്യക്കുള്ള സാധനങ്ങൾ എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ടേ. അങ്ങനെ സദ്യക്കുള്ളതെല്ലാം റെഡിയാക്കി ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും പോയി റെഡി ആയിട്ടോ. ഇത് ഞാൻ ഇട്ടിരിക്കുന്ന 2 വർഷം മുമ്പുള്ള പട്ടുപാവാട ഉടുപ്പാണ്. ഞങ്ങൾ ആരും ഓണക്കോടിയൊന്നും എടുത്തില്ല. ഇനി അവസാനമുള്ളത് പപ്പടം കൂടെ പൊരിക്കലാണ്. എനിക്കിഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞേ. പണ്ടത്തെ പോലെ ഇപ്പോൾ വാഴയിലയൊന്നും കിട്ടാനില്ല. എനിക്ക് കിട്ടിയത് ഒരു കരിഞ്ഞ വാഴയിലയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഓണസദ്യയൊക്കെ കഴിച്ചേ. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ താഴെ മത്സരങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മത്സരങ്ങളും കാണാൻ വേണ്ടി വന്നിട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത്. ക്യാരം ബോർഡ്, അതുപോലെ തന്നെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് കമുക് മത്സരത്തിനായിരുന്നേ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായി എന്തുമാത്രം ആൾക്കാരാണ് ഇവിടുത്തെ പരിപാടികൾ കാണാൻ വേണ്ടി വന്നതെന്ന്. അങ്ങനെ 2 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ കമുകിൽ കയറ്റം 4:30 കേട്ടോ തുടങ്ങിയപ്പോൾ. അതുപോലെ തന്നെ നല്ല രീതിക്ക് മഴ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇടയ്ക്ക് നിർത്തി വെക്കേണ്ടി വന്നായിരുന്നു. അങ്ങനെ മഴയ്ക്ക് ശേഷമാണ് നമ്മുടെ കമുകിൽ കയറ്റം മത്സരം ബാക്കി നടന്നത്. അതുപോലെ തന്നെ മഴയ്ക്ക് ശേഷം ഫുള്ള് മുകളിൽ കയറാൻ പറ്റില്ല എന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ ഒരു 3/4 ഭാഗത്തോളം വരുന്ന പോർഷനിൽ ഒരു നോട്ട് ഒട്ടിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ അതെടുക്കുന്ന ആൾ വിന്നർ. അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. ഈ ചേട്ടനാണ് കേട്ടോ വിന്നറായത്. 2000 രൂപ ക്യാഷ് പ്രൈസ് ആയിരുന്നു കേട്ടോ സമ്മാനം. അപ്പോൾ ഇതിന് ശേഷം കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ പയ്യന്മാർ തന്നെയാണ് കേട്ടോ ഇതെല്ലാം ചെയ്തത്. അടിപൊളി പരിപാടിയായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ള എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.